മഹാനായ ശംസുൽ ഉലമയുടെ, മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ രാത്രി മുഴുവൻ തഹജ്ജുദ് നിസ്കരിച്ച് കണ്ണീരോടെ ഈ ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്ത മഹാനായ CH ഐദ്രൂസ് മുസ്ലിയാരുടെ നവ്വറല്ലാഹു മർഖദ, മഹാനായ KT മാനു മുസ്ലിയാരുടെ, അങ്ങനെ തുടങ്ങി ഓരോരുത്തരുടെയും കണ്ണീരും പ്രവർത്തനങ്ങളുമാണ് ഇന്ന് ഈ സംഘ സംവിധാനം 100ാം വാർഷികത്തിലേക്ക് എത്തുമ്പോൾ ആവേശത്തോടെ ഈ പ്രസ്ഥാനവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുവാനുള്ള കാരണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ഇതിന്റെ സംവിധാനങ്ങളെ മുഴുവൻ നമ്മൾ നെഞ്ചേറ്റുക. സമസ്തയുടെ ഏറ്റവും വലിയ ജനകീയമാക്കുന്നതിൽ ഈ 10 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ച ഏറ്റവും നല്ല ഒരു സംവിധാനമാണ് സുപ്രഭാതം ദിനപത്രം. നമ്മൾ അതിന്റെ പ്രചാരകരാവുക, പ്രവർത്തകരാവുക, സമസ്തയെ നമ്മൾ ഹൃദയത്തോട് ചേർക്കുക. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സയ്യിദുൽ ഉലമയുടെ വാക്കുകൾ കടമെടുത്ത് ഭൗതികമായ ഒരു താല്പര്യവും ഇതിന്റെ പിന്നിൽ ആർക്കും വേണ്ട, ഒരാൾക്കും ആവശ്യവുമില്ല, നമ്മളത് ആഗ്രഹിക്കുന്നുമില്ല. നമ്മൾ ഈ സംഘ സംവിധാനവുമായി മുന്നോട്ട് പോവാം. ഈ നേതാക്കളെയൊക്കെ നമ്മൾ പറയുമ്പോ നമ്മളുടെ ഓരോരുത്തരുടെയും ഗ്രാമങ്ങളിൽ ഈ സംവിധാനത്തിന് വേണ്ടി വിയർപ്പൊഴുക്കിയവരുണ്ടാകും. ഉമറാക്കളുടെ കൂട്ടത്തിൽ നിരവധി ആളുകൾ, അവരാണല്ലോ ഇതിനാവശ്യമായ സമ്പത്ത് നൽകുന്നത്. ഉമറാക്കൾ എത്രയോ ആളുകൾ ഇതിനാവശ്യമായ സ്ഥലങ്ങൾ നൽകിയത്, മദ്രസ ഉണ്ടാക്കാന്, പള്ളി ഉണ്ടാക്കാന്. ആ ഗ്രാമങ്ങളിലുള്ള ഉമറാക്കളും അവിടെയുള്ള ഉസ്താദുമാരും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സമീപിച്ചിട്ടാണ് ഈ മദ്രസകളൊക്കെ സമസ്തയുടെ അംഗീകാരത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഓരോ നാടുകളിലും ഉണ്ടാവും. നമ്മളുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ, SKSSF എന്ന നമ്മളുടെ ഈ സംഘ സംവിധാനത്തെ മുന്നോട്ട് നയിക്കുന്ന പണ്ഡിതന്മാരും പ്രവർത്തകന്മാരും നമ്മൾ ഓരോരുത്തരും ഇതിനെ സഹായിക്കണം, ഇതിന്റെ പിന്തുണയുണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് വാർഷികം 100ാം വാർഷികം നമ്മളിങ്ങനെ ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ ഓരോ ഗ്രാമങ്ങളിൽ നിന്നും നമ്മൾ ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിനാവശ്യമായ സമ്പത്ത് നിങ്ങൾ കൊടുക്കണം. ബസ്സിൽ നമ്മൾ എല്ലാവരും കൂടെ പോണം. ഒരു ബസ് തികയാത്ത രൂപത്തിൽ നമ്മളത് കൂടുതൽ ബസ്സുകൾ സംഘടിപ്പിച്ചിട്ട് നമ്മൾ ആ സമ്മേളനത്തിലേക്ക് എത്തണം. അതിന്റെ ക്യാമ്പുകളിലൊക്കെ പങ്കെടുത്ത് ആ ക്യാമ്പുകളിൽ നിന്നൊക്കെയുള്ള അറിവുകൾ നേടി ഈ 100ാം വാർഷികത്തോടനുബന്ധിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു വാർഷികങ്ങളുടെ ആഘോഷത്തെ അവസാനിപ്പിക്കുകയല്ല. 33,313 ആളുകളുടെ ക്യാമ്പാണ് നടക്കുന്നത്. അതിൽ 10,000-ലേറെ വരുന്ന ആളുകൾ ഈ സമസ്തയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ ദാഇകളായി രംഗത്ത് വരാനുള്ളവരാണ് ഇൻഷാ അല്ലാഹ്. അതോടൊപ്പം സമസ്തയുടെ നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസ മുന്നേറ്റ പ്രവർത്തനങ്ങൾ ഈ ഉമ്മത്ത്, സമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡ് മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ നേതൃത്വത്തിൽ രൂപീകരിക്കുമ്പോ പുതുപ്പറമ്പിലെ വാളക്കുള അബ്ദുൽ ബാരി മുസ്ലിയാരുടെ ജന്മനാട്ടില് അന്ന് ആ രാത്രിയിൽ അവർ സംഘടിപ്പിച്ച പൈസ 47 രൂപയായിരുന്നു. ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ആദ്യത്തെ മൂലധനം 2026 ആയപ്പോഴേക്ക് 46,000 46 ലക്ഷമല്ല, 47 കോടിയിലേക്ക് ഉമ്മത്ത് ഈ പ്രസ്ഥാനത്തെ സഹായിക്കാൻ കഴിയുന്ന ഉയർച്ചയിലേക്ക് നമ്മൾ എത്തി. അത് നമുക്ക് വേണ്ടിയുള്ളതല്ല, അടുത്ത തലമുറക്ക് വേണ്ടിയുള്ളതാണ്. ഓരോ നാട്ടിലെയും അടുത്ത തലമുറക്ക് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ, ഇതിന്റെ ആദർശത്തെ, ഇതിന്റെ ആശയങ്ങളെ ഏറ്റവും സുമോഹനമായ രീതിയിൽ സ്വീകരിച്ച് സമസ്തയുടെ വാക്കുകളെ ഉൾക്കൊണ്ട് സമസ്തയുടെ നിർദ്ദേശങ്ങളെ സ്വീകരിച്ച് മഹാനായ സയ്യിദുൽ ഉലമയുടെ നേതൃത്വത്തിൽ, മഹാന്മാരായ സാദാത്യങ്ങളുടെയും സമസ്തയുടെ മുഷാവറയുടെയും നേതൃത്വത്തിൽ ഈ സംഘ സംവിധാനവുമായി നമ്മൾ മുന്നോട്ട് പോവുക. അല്ലാഹു അവന്റെ